ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഒരു ഇൻസ്റ്റൻ്റായിട്ട് ഗ്ലോ കിട്ടുന്നത് മാത്രമല്ലാതെ നമ്മുടെ സ്കിന്നിൽ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുമ്പോൾ പെർമനൻ്റ് ആയിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാക്ക് കൂടിയാണിത്. ഇതൊരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കിട്ടുന്ന ഗ്ലോ ഇത് ഒരിക്കലും പോവില്ല. ഇത് നമ്മുടെ സ്കിന്നിൽ അതേപോലെ തന്നെ നിലനിൽക്കും. നിങ്ങളൊരു സൺസ്ക്രീനും കൂടി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അടിപൊളിയായിട്ട് മാറും. ഇരട്ടി ആയിട്ട് നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടാൻ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾക്കൊരു ബ്രൈറ്റനിങ് കിട്ടുന്നത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അതിന് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാൻഡ്ര7. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. തമ്മിൽ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു പെർമനൻ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഗ്ലോ ആണ്. അതുപോലെ തന്നെ സ്കിൻ വൈറ്റനിങ് അല്ല, സ്കിൻ ബ്രൈറ്റനിങ് ആണ്. നമുക്കിത് പെർമനൻ്റ് ആയിട്ട് തന്നെ നിലനിൽക്കും. ഇത് നിങ്ങൾക്ക് ഒന്നും കൊണ്ട് പേടിക്കേണ്ട. ചിലപ്പോൾ നമുക്കിത് ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ ഭയങ്കര ഗ്ലോ ഉണ്ടായിരിക്കും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. അങ്ങനെയല്ല, ഇത് പെർമനൻ്റ് ആണ്. നമ്മൾ ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗ്ലോ അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നിലനിൽക്കും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം, സെൻസിറ്റീവ് സ്കിന്നും അതുപോലെ തന്നെ ആക്നെ പ്രോൺ സ്കിന്നുള്ളവരും നമ്മൾ എന്ത് പാക്ക് യൂസ് ചെയ്തായിരുന്നാലും, അത് ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നായിരുന്നാലും മറ്റുള്ളവർ പറഞ്ഞു തരുന്ന പാക്കായിരുന്നാലും ഏത് തന്നെ യൂസ് ചെയ്താലും ഒന്ന് യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം ഒരു 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒട്ടും നമുക്ക് ഒന്നും ഒരു പ്രശ്നവും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഈ പാക്ക് കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്യുക. അതിപ്പോൾ ഞാൻ പറയുന്നതല്ല, ആര് പറയുന്നതായിരുന്നാലും, ഏത് പാക്കായിരുന്നാലും, എന്ത് തന്നെയായിരുന്നാലും നിങ്ങൾ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ട് 2 ദിവസം നോക്കുക. നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. അങ്ങനെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന പാക്ക് എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് സ്കിന്ന് നമുക്ക് നല്ലൊരു ബ്രൈറ്റനിങ് അതുപോലെ ഗ്ലോയിങ് ഉണ്ടാക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഒരു ദിവസം കൊണ്ട് മാത്രമല്ല, ഇനി നമുക്ക് അടുത്ത ദിവസം ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യത്തെ ഒരു ദിവസം ചെയ്യുക, പിന്നെ 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇത് വീണ്ടും ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നമ്മൾ പറയാനുള്ള ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. എന്താണെന്ന് വെച്ചാൽ ഇതാണ് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ ഒരു സൺസ്ക്രീനും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പോലെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇതിപ്പം സ്കിൻ വൈറ്റനിങ് അല്ലെങ്കിൽ സ്കിന്ന് ഭയങ്കര വെളുത്ത് പാർക്കുക എന്നുള്ള സംഭവം മാത്രമല്ല, നമ്മുടെ സ്കിന്ന് നല്ല മുഖത്തൊരുപാട് ഭയങ്കര ഡിസ്കളറേഷനായിട്ട് തോന്നും, അല്ലെങ്കിൽ സ്കിന്ന് പലതരത്തും പല കളറ് അതാണ് ഡിസ്കളറേഷൻ. ഓക്കെ, അതല്ല, അല്ലാതെ നമ്മുടെ ഈ മുഖക്കുരു വന്നിട്ടുള്ള പാടുകൾ, പിന്നെ ചില കറുത്ത പാടുകളൊക്കെ ചിലപ്പോൾ ചില സൈഡിലുകളിൽ വരാറുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിത് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതായിരിക്കും. ഇതൊരു ബ്രൈറ്റനിങ് മാത്രമായിട്ട് നിങ്ങൾ കരുതരുത്. നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റാക്കി വെക്കാൻ മാത്രമല്ല, അതുപോലെ സ്കിന്നിന് നല്ലൊരു പെർഫെക്ഷൻ കൊടുക്കുവാനും ഒക്കെ നല്ലതായിട്ട് സഹായിക്കുന്ന ഒരു ഇന്നർ ഗ്ലോ കൊടുക്കുവാനും ഒക്കെ നന്നായിട്ട് സഹായിക്കുന്ന ഒരു പാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കിനി പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഹലോ, നമ്മൾ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ള ഈന്തപ്പഴമാണ്. ഈന്തപ്പഴത്തിന് കുരുവൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ്. അത് മുങ്ങുന്ന രീതിയിൽ വേണം നമ്മളിവിടെ പാലൊഴിച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് പാൽ ഒരു 4-5 മണിക്കൂർ കുതിർക്കാൻ വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. ഒരു 4 മണിക്കൂറൊക്കെ കുതിർന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് കുതിർന്ന് കിട്ടുന്നതായിരിക്കും. എന്നിട്ട് മാത്രമേ നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പറ്റൂ, അല്ലാതെ കുതിരാതെ നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവും നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇതിനെ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ എടുക്കുന്ന ഈന്തപ്പഴത്തിൻ്റെയും പാലിൻ്റെയൊക്കെ അളവനുസരിച്ചിരിക്കും ഇതിൻ്റെ വെള്ളം എന്ന് പറയുന്നത്. ഇതുപോലെയാണ്. ഇപ്പോൾ എനിക്ക് കുറച്ച് തിക്നെസ് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ എടുക്കുന്ന അനുസരിച്ചിരിക്കും. ഞാനിവിടെ പശുവും പാലാണ് എടുത്തിട്ടുള്ളത്, കാച്ചാത്ത പശുവും പാലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം എന്നിട്ട് നമ്മളിവിടെ ചേർക്കുന്നത് 1/4 അരിപ്പൊടിയാണ് ചേർക്കുന്നത്. നമ്മുടെ ഈ തിക്നെസ് അനുസരിച്ച് ചേർക്കണം. നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ വലിയ ഈന്തപ്പഴമൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ അരിപ്പൊടി ചേർക്കേണ്ടി വരും. പഴുത്ത ഈന്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായെന്നുണ്ട് വിചാരിച്ചു. ചിലവർ ഡൗട്ട് ചോദിക്കുന്നുണ്ടായി വിചാരിക്കും, ഒന്നും അറിഞ്ഞൂടാത്ത പോലെ ചോദിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എടുത്ത് പറയുന്ന പഴുത്ത ഈന്തപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 1/4 ഇവിടെ നമ്മൾ അരിപ്പൊടി എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്തതിന് ശേഷമാണ് നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഫുൾ വീഡിയോ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാനുള്ള ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അതിന് വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്കുക. അപ്പോൾ നമ്മളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഫേസ് വാഷ് ഇട്ട് ഫേസ് കഴുകിയിരുന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലോ കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഫേസ് വാഷ് ഇട്ടൊന്ന് കഴുകാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഫേസിൽ ഫുൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സെൻസിറ്റീവായിട്ടുള്ള ആക്നെ പ്രോൺ സ്കിന്നുകാരും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷവും അതേപോലെ ഒരു ദിവസം ട്രൈ ചെയ്ത് 2 ദിവസം കഴിഞ്ഞിട്ടൊന്ന് നോക്കുക നിങ്ങൾക്ക് എന്തുമാത്രം വ്യത്യാസമാണെന്ന്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനെടുത്ത് വായിൽ വെച്ച് നോക്കുന്നുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ കഴിച്ച് കളയരുത്, മുഖത്ത് തേക്കാനുള്ളതാണ് എന്നുള്ള ബോധം നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ ഞാനിതിപ്പോൾ റിമൂവ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്തുമാത്രം വ്യത്യാസം ഉണ്ടെന്ന്. അപ്പോൾ ഇത് റിമൂവ് ചെയ്ത സമയത്ത് ഇതിൻ്റെ പൊന്നു നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്തുമാത്രം വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെന്ന്.
ഒറ്റ യൂസിൽ തന്നെ നമുക്കിത് ഇത്രയും വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ഉള്ളപ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്തുമാത്രമായിരിക്കും എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് ഫസ്റ്റ് യൂസിൽ ഇതുപോലെ ഉണ്ടാവും. പിന്നെ നമുക്കിത് പെർമനൻ്റ് ആയിരിക്കും. ഒരിക്കലും ഇത് പെർമനൻ്റ് അല്ലാതെ ഇത് പോവില്ല. പെർമനൻ്റ് ആണ് ഇത് എപ്പോഴും ഈ ഒരു ഗ്ലോ നമ്മുടെ സ്കിന്നിൽ തന്നെ കാണുന്നതായിരിക്കും. പിന്നെ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ മിക്ക വീഡിയോസ് ഇടുന്നതിൻ്റെ കടിയിൽ വരുന്ന കമൻറ്റാണ് എനിക്ക് പറയാനുള്ള 18 വയസ്സ് കഴിയുന്ന കുട്ടികളാണ് കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കൊച്ചു കുട്ടികൾക്ക് അവരുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഇതൊന്ന് യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് ആ ഒരു സമയത്തുള്ള സ്കിന്നിൻ്റെ ഒരു വളർച്ചയ്ക്ക് അനുസരിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യണം. നിങ്ങൾക്ക് അഥവാ യൂസ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ മഞ്ഞളോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഇതുപോലെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യേണ്ട എന്ന് ഞാൻ പറയില്ല, ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് തോന്നുന്ന ബെറ്റർ മറ്റേതായിരിക്കും. മഞ്ഞൾ പോലെയുള്ള ചെറിയ സാധനങ്ങൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്നതായിരിക്കും. അവരുടെ സ്കിൻ ഇപ്പോൾ വളർന്നു വരുന്ന സ്കിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് കുറച്ചും കൂടെ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ പ്രായമുള്ളതായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ എനിക്ക് വരുന്ന കമൻറ്റാണ് കൊച്ചു കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കൊന്നും ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കൊച്ചു കുട്ടികൾ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കൊന്നും ഇതൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ഇത് ഫേസ് നന്നായിട്ട് തുടച്ച് മാറ്റിയതിന് ശേഷം ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എന്തുമാത്രം വ്യത്യാസം ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക. ഹലോ, അപ്പോൾ എന്തായാലും ഈ പാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും അടിപൊളിയായിരിക്കും. അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയായിരിക്കും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ട്രസ്റ്റ് മീ ഗൈസ്, ഇത് അടിപൊളിയാണ്. ഞാൻ ഇപ്പം യൂസ് ചെയ്ത് ഞാൻ തന്നെ മുഖമൊക്കെ കഴുകി കാണിച്ച് തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് വിശ്വാസമാവില്ലെങ്കിൽ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ ആണോ അതോ പെർമനൻ്റ് ആയിട്ട് നിൽക്കുമോ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസൊക്കെ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോസൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ ബൈ.